വ്യക്തിപരമായിട്ടുള്ള ഓർമ്മകൾ സഖാവുമായിട്ട് വളരെ പരിമിതമാണ്. പണ്ട് കോളേജിൽ പഠിക്കുന്ന സമയത്ത് അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ യൂണിയൻ ചെയർമാൻ എന്നുള്ള രീതിയിൽ ഒരു നിവേദനം കൊടുക്കാനാണ് ആദ്യമായി കാണുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഒരു ജനകീയനായ നേതാവിനെ അപ്രോച്ച് ചെയ്യേണ്ടത്, ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിനെ അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് അറിയാത്ത ഒരു പ്രൊഫഷണൽ മെഡിക്കൽ വിദ്യാർത്ഥി എന്നുള്ള ഒരു ആശങ്കയോടുകൂടിയാണ് പോയത്. പക്ഷെ പറഞ്ഞ കാര്യങ്ങളെ അദ്ദേഹത്തിന് മനസ്സിലാകുന്നത് വരെ അദ്ദേഹം നമ്മളോട് ചോദിച്ചറിഞ്ഞു എന്നുള്ളതാണ് അത്ഭുതപ്പെടുത്തിയത്. അത് എന്താണ് ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചാൽ അത് ചെയ്യാം എന്നും പറയുകയുണ്ടായി. അതാണ് സഖാവിൻ്റെ ഒരു ഹോൾമാർക്ക്. അദ്ദേഹം എല്ലാവരോടും അങ്ങനെ തന്നെയായിരുന്നു എന്ന് പിന്നെ വർഷങ്ങൾ കഴിയുമ്പോൾ മനസ്സിലായി. ഈ കാണുന്ന ആളുകളുടെ വികാരവായ്പ് അതിൻ്റെ അടയാളമാണ്. അവർക്ക് നേരിട്ട് സഹായങ്ങളൊന്നും ചെയ്തിട്ടുണ്ടാവില്ല ചിലപ്പോൾ വ്യക്തിപരമായി. പക്ഷേ ഒരു പൊതുപ്രവർത്തകൻ ആത്യന്തികമായി, അത് പ്രതിപക്ഷത്തായാലും ഭരണപക്ഷത്തായാലും, ജനങ്ങളുടെ ഉന്നമനമാണ്, ജീവിതത്തിൻ്റെ നിലവാരത്തെ ഉയർത്തിക്കൊണ്ടുവരലാണ്. അത് സമത്വ ഭാവനയിൽ ഊന്നിയതാകണം എന്നുള്ളൊരു കമ്മ്യൂണിസ്റ്റിൻ്റെ ആശയം കൂടി അതുപോലെ പകർത്താൻ ഒരു മടിയുമില്ലാത്തൊരു മനുഷ്യൻ. ആ മനുഷ്യൻ്റെ വിയോഗം വലിയൊരു വിടവാണ് സൃഷ്ടിക്കുന്നത്. ആ വിടവ് നികത്താൻ ഈ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് സാധിക്കുമെന്നുള്ളതാണ് കമ്മ്യൂണിസം എന്ന് പറയുന്നതിൻ്റെ തുടർച്ച. അപ്പോൾ അതുകൊണ്ട് തന്നെ അക്ഷരാർത്ഥത്തിൽ സഖാവ് മരിക്കുന്നില്ല, ഞങ്ങളിലൂടെയൊക്കെ ജീവിക്കുന്നു എന്നുള്ളത് ഞങ്ങൾ അന്വർത്ഥമാക്കാൻ ശ്രമിക്കും.